ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് SSLC സോഷ്യൽ പാർട്ട് 4 ആണ്. ഹിസ്റ്ററിയുടെ 4ാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഫ്രഞ്ച് റവല്യൂഷനായിരുന്നു. പിന്നീട് നമ്മൾ പഠിച്ചത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റഷ്യൻ റവല്യൂഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ആദ്യമായിട്ട് അവിടെ ദ മദർ എന്ന് പറയുന്ന മാക്സിം ഗോർക്കിയുടെ ഒരു ലേഖനത്തിൻ്റെ ഒരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് അതിൻ്റെ മീനിങ് പറയാം. ഓക്കെ, വി ആർ വർക്കേഴ്സ്, പീപ്പിൾ ബൈ ഹൂസ് ലേബർ all things are made, from children's toys to massive machines. Yet we are people deprived of the right to defend our human dignity. Anyone can exploit us for their interest. At present, we want to achieve a degree of freedom which will eventually enable us to take all power into our own hands. Our slogan are simple: down with private property. All means of production in the hands of people. All power in the hands of the people. No one exempt from work. Now you can understand that we are not just rioters, we are revolutionaries, and we'll go on being revolutionaries as long as some people do nothing but give orders and others do nothing but work. യെസ്, അപ്പോൾ ഇങ്ങനൊരു സംഭവം അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് അതിൻ്റെ മലയാളം ഒന്ന് പറയാം. ഓക്കെ, ഞങ്ങൾ തൊഴിലാളികളാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണല്ലോ പറയുന്നത്. ഞങ്ങൾ തൊഴിലാളികളാണ്. ഓക്കെ, ഞങ്ങൾ പണിയെടുക്കുന്ന ആളുകളാണ്. കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങൾ മുതൽ വലിയ മെഷീൻസ് വരെ എല്ലാം ഉണ്ടാക്കുന്നത് ഞങ്ങളാണ്. ഓക്കെ, ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, എന്നാൽ അതേസമയം തന്നെ സെയിം ടൈം സ്വന്തം മനുഷ്യാഭിമാനത്തിന് വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള അവകാശവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആർക്ക് വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം. അതായത് ഞങ്ങൾ പട്ടികളെ പോലെ പണിയെടുക്കുന്നൊരു സിറ്റുവേഷനായിരുന്നു അവിടെ. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് കംപ്ലീറ്റ് ഫ്രീഡം ആണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ്: സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ. ഓക്കെ, എല്ലാ ഉൽപ്പന്നോപാധികളും ജനങ്ങൾക്ക്, അതായത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ജനങ്ങൾക്ക്, എല്ലാ അധികാരവും ജനങ്ങൾക്ക്, അധ്വാനം എല്ലാവരുടെയും ചുമതല. ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഞങ്ങൾ കലാപകാരികളല്ല, മറിച്ച് എന്താണ്, ഞങ്ങൾ വിപ്ലവകാരികളാണ്. വിപ്ലവം ഉണ്ടാക്കുന്ന റവല്യൂഷണറീസ് ആണ്, റൈറ്റേഴ്സ് അല്ല. റയോട്ടാണ് കലാപം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കലാപകാരികളല്ല എന്ന് പറയുന്നു. ഒരു കൂട്ടർ ആജ്ഞാപിക്കാനും, അതായത് കുറേ ആളുകൾ കുറേ ഓർഡർ കൊടുക്കുക, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയാനും ബാക്കിയുള്ളവർ പണിയെടുക്കാനും മാത്രം ഉള്ളൊരു കാലം. അത്രയും കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായിട്ട് തന്നെ തുടരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ദീസ് ആർ ദ വേർഡ്സ് ഓഫ് വൺ ഓഫ് ദി ക്യാരക്ടേഴ്സ് ഇൻ ദി മദർ, ദ നോവൽ റിട്ടൺ ബൈ വേൾഡ് ഫേമസ് റഷ്യൻ റൈറ്റർ മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കി എന്ന് പറയുന്ന ഒരു ലോകപ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, ഒരു റഷ്യൻ എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് ദ മദർ, അമ്മ എന്ന് പറയുന്ന ഒരു നോവൽ. ആ നോവലത്തെ ഒരു ക്യാരക്ടർ പറയുന്ന ഡയലോഗാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ദ പ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ഫാമേഴ്സ് ഇൻ റഷ്യ, അതായത് ജോലി ചെയ്യുന്ന പണിക്കാരുടെയും അവരുടെ പണിയെടുക്കുന്ന ആളുകളുടെയും അതുപോലെ തന്നെ ഫാമേഴ്സ് എന്നാണ് കൃഷിക്കാർ, അവരുടെയും പ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടുകൾ. ഓക്കെ, ആൻഡ് ദെയർ എയിംസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ദം, പിന്നെ അവരുടെ ലക്ഷ്യങ്ങളും കൂടിയിട്ട് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഡിമാൻഡ്സൊക്കെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാട്ട് എൽസ് ക്യാൻ യു മേക്ക് ഔട്ട് ഫ്രം ദീസ് വേർഡ്സ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ വർക്കേഴ്സിൻ്റെ ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കേഴ്സിൻ്റെ ഡിമാൻഡ്സ് ഇത്രയുള്ളൂ: അബോളിഷ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം. എന്താ ആദ്യം പറഞ്ഞത്? സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും പണിയെടുക്കണം. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഫാക്ടറീസ് ജനങ്ങൾക്ക് കൊടുക്കണം, അതായത് ഉൽപ്പന്നോപാധികളൊക്കെ ജനങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, വർക്കേഴ്സ് ഡിമാൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ആളുകൾ ഇത്തരത്തിലുള്ള ഡിമാൻഡ്സൊക്കെ മുന്നോട്ട് വെച്ചത്? ഓക്കെ, ഒന്ന് പറയാം. ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദി ഓട്ടോക്രസി ഓഫ് ദി സാർ എംപറേഴ്സ് ഹു റൂൾഡ് റഷ്യ. അതായത് റഷ്യ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരാണ് റഷ്യ ഭരിച്ചിരുന്നത്. ഓക്കെ, സാർ ചക്രവർത്തിമാർ കേട്ടോ.
പല ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ഫ്രഞ്ചിൽ പറഞ്ഞിട്ടായിരുന്നു രാജാക്കന്മാർ ധൂർത്തന്മാരായിട്ടുള്ളത്, ബൂർബൻ രാജാക്കന്മാർ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇവിടെ സാർ ചക്രവർത്തിമാരാണ് കേട്ടോ. അവിടെ ടി പ്രൊനൗൺസ് ചെയ്യില്ല. സാർ ചക്രവർത്തിമാർ അവരാണ് അവിടെ ഭരിച്ചിരുന്നത്. അവർ ഓട്ടോക്രസി ആയിട്ടുള്ളൊരു റൂളായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അവരുടെ ഭരണം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഭരണത്തിൻ്റെ താഴെയായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭരണത്തിന് കീഴിൽ കൃഷിക്കാരും ഫാക്ടറി തൊഴിലാളികളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ ട്രാജിക്കായിട്ടുള്ള ഒരു ലൈഫാണ് നയിച്ചിരുന്നത്. അതുമാത്രമല്ല ദ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, അവിടെ കൃഷി ഉൽപ്പന്നം അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നം വളരെ കുറവായിരുന്നു. കാരണം അത് കുറവായതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് ഇൻകം ഒന്നും കിട്ടാതായി. ഓക്കെ, മോർ ഓവർ അതിലുപരി ദ ലാൻഡ്ലെസ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. അതുമാത്രമല്ല സ്ഥലവും ഭൂമിയൊന്നും ഇല്ലാത്ത ഫാർമേഴ്സ് എന്ത് ചെയ്യേണ്ടി വന്നു? ഒരുപാട് പൈസ ടാക്സായിട്ട് നികുതിയായിട്ട് അടയ്ക്കേണ്ടി വന്നു. തോ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്, റഷ്യ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉള്ള നല്ലൊരു സ്ഥലമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാറ്റിൻ അമേരിക്ക പറഞ്ഞല്ലോ, നല്ല സമ്പന്നമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടെന്ന്. അതേപോലെ തന്നെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ ദർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് മീഗർ, അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാണിജ്യ ഉൽപ്പന്നങ്ങൾ വളരെ കുറവായിരുന്നു. ഇറ്റ് വാസ് എ ഫോറിനേഴ്സ് ഹൂ കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ദ ഇൻഡസ്ട്രീസ് ദാറ്റ് എക്സിസ്റ്റഡ് ദർ. റഷ്യയിലുണ്ടായിരുന്ന മിക്കവാറും ഇൻഡസ്ട്രീസ്, വ്യവസായശാലകളൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് പുറത്തു നിന്നുള്ള ഫോറിനേഴ്സാണ്. എഗെയിൻ നമ്മൾ മലയാളത്തിൽ ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാനായിട്ട് ഈ പറയുന്ന കൃഷിക്കാരെയും വർക്കേഴ്സിനൊക്കെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഒന്നുകൂടി പറയുന്നുണ്ട്. റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിനു കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായിട്ടുള്ളൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. ഓക്കെ, റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ എന്നുവെച്ചാൽ ഭൂമിയില്ലാത്ത അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ പറഞ്ഞു പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം വളരെ കുറവായിരുന്നു, തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കാം. ഇനി നമ്മൾ മുന്നൊക്കെ പറഞ്ഞ പോലത്തെ ചിന്തകരൊക്കെ വന്നെന്ന് പറഞ്ഞില്ലേ, ഇവിടെ പറയുന്നത് കുറച്ച് റൈറ്റേഴ്സാണ് കേട്ടോ. നോക്കാം. റൈറ്റേഴ്സ് ലൈക്ക് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുഗ്നെവ് ആൻഡ് ആന്റോൺ ചെക്കോവ് ഡെപ്പിക്റ്റഡ് ദ പ്ലൈറ്റ് ഓഫ് ദി വർക്കേഴ്സ് ആൻഡ് ഫാമേഴ്സ് ഇൻ ദർ വർക്ക്സ്. അതായത് എഴുത്തുകാരായിട്ടുള്ള മാക്സിം ഗോർക്കി, പേരുകളൊക്കെ ഒന്ന് നോക്കി വെച്ചോട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനെവ് ആൻഡ് ആന്റൺ ചെക്കോവ്, ഇത്തരത്തിലുള്ള എഴുത്തുകാരൊക്കെ കൃഷിക്കാരുടെയും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ പണിയെടുക്കുന്ന ആളുകളുടെയൊക്കെ പ്രശ്നങ്ങൾ, പ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, അതിനൊക്കെ കുറിച്ചിട്ട് അവരുടെ കൃതികളിൽ, അവരുടെ രചനകളിൽ കാണിക്കാനായിട്ട് തുടങ്ങി. The Marxist ideologies formulated by Karl Marx and Frederick Engels stirred the workers. അത് മാത്രമല്ല മാർക്സിസ്റ്റ് ഐഡിയോളജീസ് അത് കൊണ്ടുവന്നത് കാൾ മാർക്സും ഫ്രെഡറിക് ഏഞ്ചൽസുമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, മാർക്സിസ്റ്റ് എന്ന് കേട്ടിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്ന മാർക്സിസ്റ്റ്. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് ചൈന റിലേറ്റഡ് ആണ്, മാർക്സിസ്റ്റ് എന്ന് പറയാം, മാർക്സിസ്റ്റ് എന്നൊക്കെ പറയല്ലേ. അപ്പോൾ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് അപ്പോൾ കൊണ്ടുവന്നതാരാണ്? കാൾ മാർക്സ് ആണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ CIA എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒരു പടം ഉണ്ടല്ലോ, അതിൽ ആ ഒരു റൂമിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസൊക്കെ കാൾ മാർക്സും ഫ്രെഡറിക് ഏഞ്ചൽസിൻ്റെ ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ അവരാണ് ഈ ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജീസ് കൊണ്ടുവന്നത്. They called for establishing the supremacy of the workers instead of that by the capitalist. അവർ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തേ? ജോലിക്കാർക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ പണിയെടുക്കുന്ന ആളുകൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. Trade unions were formed to find remedies for the plight of the workers. അതായത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായിട്ട് ഒരുപാട് തൊഴിലാളി സംഘടനകൾ, ട്രേഡ് യൂണിയൻസ് ഒക്കെ വന്നോടെ. ഓക്കെ, അപ്പോൾ ട്രേഡ് യൂണിയൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ, തൊഴിലാളി സംഘടനകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ, കഷ്ടപ്പാടുകൾ പ്രശ്നങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഇംഗ്ലീഷുകാർ നോക്കുക. ഇനി ബേസ്ഡ് ഓൺ ദി മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ദ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വാസ് ഫോംഡ്. അങ്ങനെ മാർക്സിസ്റ്റ് ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി രൂപം കൊണ്ടു. അപ്പോൾ ഒന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് ഐഡിയോളജീസ് കൊണ്ടുവന്ന ആരാന്ന് പറഞ്ഞു നമ്മൾ? കാൾ മാർക്സും ഫ്രെഡറിക് ഏഞ്ചൽസും ആണ്. ഓക്കെ,
അപ്പോൾ ആ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ഫോം ചെയ്തു. പക്ഷേ നമുക്കറിയാം, എന്ത് പാർട്ടി തുടങ്ങിക്കഴിഞ്ഞാലും കുറേ കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആവും. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ഇരിക്കുക, നിങ്ങൾ ആദ്യം ചിലപ്പോൾ ഒരു 10-20 പേരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് സ്പ്ലിറ്റ് ആവും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ആയിട്ട് 2 ടീമാവും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ക്ലാസ് റൂം 60 പിള്ളേരുണ്ടാവും, കുറേ കഴിഞ്ഞ് ചിലപ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ടൊരു 4-5 ടീമായിട്ട് മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി മാർക്സിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വന്നതായിരുന്നു. പക്ഷേ ദിസ് പാർട്ടി വാസ് സ്പ്ലിറ്റ് ഇൻ ടു മെൻഷെവിക്സ് ആൻഡ് ബോൾഷെവിക്സ്. അപ്പോൾ രണ്ടായിട്ട് തിരിഞ്ഞു. എന്തൊക്കെയാണ്? മെൻഷെവിക്സും ബോൾഷെവിക്സും കേട്ടോ. മെൻഷെവിക്സ് എന്ന് പറയുന്നത് മൈനോറിറ്റി, ബോൾഷെവിക്സ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിട്ട് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ കുറവ് ആളുകൾ എന്നുള്ളതാണ്, മെജോറിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ദി ബോൾഷെവിക്സ് വെർ ലെനിൻ ആൻഡ് ട്രോട്സ്കി. അപ്പോൾ ലീഡേഴ്സ് വേണമല്ലോ ഈ രണ്ട് പാർട്ടിക്കും. അതിൻ്റെ ബോൾഷെവിക്കിൻ്റെ ലീഡേഴ്സായിരുന്നു ലെനിനും ട്രോട്സ്കിയും, 2 പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ, ബോൾഷെവിക്സിലത്തെ പേരുകൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ബോൾഷെവിക്സിൻ്റെ ലീഡേഴ്സ് ആരാണ്, മെൻഷെവിക്കിൻ്റെ ലീഡർ ആരാണെന്നുള്ളത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ബോൾഷെവിക്സിൽ 2 ലീഡേഴ്സാണുള്ളത്, മെൻഷെവിക്കിൽ 1 ലീഡറേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബോൾഷെവിക്സ് അല്ലേ, ബോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ, പന്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 പേരെങ്കിലും വേണ്ടേ മിനിമം എന്നാലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ദി ബോൾഷെവിക്സ് 2 പേരാണ്. ആരൊക്കെയാണ്? ബോൾഷെവിക്സിൻ്റെ 2 ലീഡേഴ്സാണ് ലെനിനും ട്രോട്സ്കിയും. ലെനിൻ എന്ന് പറഞ്ഞാൽ വ്ളാഡിമിർ ലെനിൻ എന്നാണ് ശരിക്കുള്ള പേര് കേട്ടോ. ഓക്കെ, അത് നോക്കണ്ട, നിങ്ങൾ ലെനിൻ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്ന ഒരാളായിരുന്നു മെൻഷെവിക്കിൻ്റെ ലീഡർ. ഓക്കെ, മെൻഷെവിക്ക് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റിയാണ്. അതും എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വെച്ച് പഠിക്കുക. ഇപ്പോൾ MEN കണ്ടല്ലോ അവിടെ, MEN മൈനോറിറ്റിയിൽ MIN, അപ്പോൾ അങ്ങനെ പഠിക്കാം. ബോൾഷെവിക്സ് മെജോറിറ്റി, അങ്ങനെ എന്തെങ്കിലും ഐഡിയാസൊക്കെ വെച്ച് പഠിക്കുക. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു, യു ക്യാൻ ഡിസൈഡ് ഏത് ടൈപ്പ് ഓഫ് ഐഡിയാസ് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, അപ്പോൾ മലയാളം കൂടി ഒന്ന് പറയാം. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആൻ്റണി ചെക്കോവ് തുടങ്ങിയിട്ടുള്ള സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. അപ്പോൾ അവർ കഥ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ തൊഴിലാളികളുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അതിൽ പറയും. കവിതയാണെങ്കിലും അത് പറയും, അതല്ല ഇനി നോവലാണെങ്കിൽ അതും അവിടെ മെൻഷൻ ചെയ്യും. അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കി. ഇനി കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും എന്ത് ചെയ്തവർ? ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു, ഒരു എനർജിയും ഒരു എൻകറേജ്മെൻറ്റും ഒരു ഇൻസ്പിറേഷനൊക്കെ കിട്ടി. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. അപ്പോൾ അത്രയും കാലം അവിടെ ആരായിരുന്നു? മുതലാളിമാർക്കാണ് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇൻസ്പയർ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? തൊഴിലാളികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ട് എന്തു തുടങ്ങിയവർ? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. പിന്നീട് എന്തായി? ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ ന്യൂനപക്ഷം എന്നും ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷം എന്നും 2ആയി പിരിഞ്ഞു. ലെനിനും ട്രോട്സ്കി ആയിരുന്നു ബോൾഷെവിക്കിൻ്റെ നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. അവിടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെയും. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗൽസിൻ്റെ ഒക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി ദ ക്രൈസിസ് റീച്ച്ഡ് ഇറ്റ്സ് വേഴ്സ്റ്റ് വെൻ റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ ദ റഷ്യ-ജപ്പാൻ വാർ ഇൻ 1905. അങ്ങനെ അവിടെ ആകെ ഒന്നാമത് പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഇഷ്യൂ ഒക്കെ നിലനിന്നിരുന്ന സമയത്താണ് ആ ഒരു അവസ്ഥ ഭയങ്കരമായിട്ട് രൂക്ഷമായി. പക്ഷേ ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷനായി. തീരെ പൈസ ഇല്ല, ഭക്ഷണം പോലും കിട്ടാത്തൊരു അവസ്ഥയായി. എപ്പോഴായിരുന്നു അത്? 1905 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ റഷ്യ എന്തായി? തോറ്റുപോയി. ആ സമയത്ത് ഭയങ്കര കഷ്ടപ്പാടായി. 1905 കേട്ടോ. അപ്പോൾ ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗ്രാഡ് ഓൺ 9 ജാനുവരി 1905 ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ്. അപ്പോൾ വർക്കേഴ്സ് എന്ത് ചെയ്തു? അവിടുത്തെ തൊഴിലാളികളൊക്കെ എന്ത് ചെയ്തു? മാർച്ച് ചെയ്തു. വലിയൊരു മാർച്ച്, ഒരുപാട് തൊഴിലാളികളെ കൂട്ടിക്കൊണ്ട് അവർ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാർച്ച് ചെയ്തു. എന്നായിരുന്നു? ജനുവരി 9, 1905. അവരെന്താ പറഞ്ഞിരുന്നത്? പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതായത് ചില അവകാശങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എക്കണോമിക് റിഫോംസ്, സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പൈസ വേണ്ടേ നമുക്ക് ജീവിക്കാനായിട്ട്, അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ ഒന്ന് സുസ്ഥിരമായിട്ട് ലഭിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയാസൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവർ
ഒരു മാർച്ച് നടത്തി. പക്ഷേ ദ മാർച്ച് വാസ് ഫയേർഡ് അറ്റ് ബൈ ദ സോൾജേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് വെർ മെസാക്കേഡ്. എന്നിട്ടായി ഇവിടെ മാർച്ച് ചെയ്യുന്ന സമയത്ത് പട്ടാളക്കാർ വന്നവിടെ. പട്ടാളക്കാർ ആരായിച്ചിട്ടുണ്ടാവുന്നത്? സാർ ചക്രവർത്തിയാവും. പറഞ്ഞില്ലേ, സാർ ചക്രവർത്തിയാണല്ലോ അവിടെ ഭരിക്കുന്നത്. അപ്പോൾ മാർച്ച് ഉണ്ടാവുന്ന സമയത്ത് സാർ ചക്രവർത്തി എന്ത് ചെയ്തു? പട്ടാളക്കാരെ അയച്ചു. പട്ടാളക്കാരെ അയച്ചിട്ട് ആ ഡെമോൺസ്ട്രേറ്റേഴ്സിനെ, അതായത് ആക്ടിവിസ്റ്റുകളിനെ അല്ലെങ്കിൽ ആ തൊഴിലാളികളിനെയൊക്കെ മെസാക്കർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടക്കൊല ചെയ്യാന്ന് അർത്ഥം കേട്ടോ. ഓക്കെ, അങ്ങനെ കൂട്ടക്കൊല ചെയ്തു. യെസ്, അങ്ങനെ ആ മാർച്ചിൻ്റെ ഇടയിൽ വെടിവെച്ച് കുറേ ആളുകളിനൊക്കെ കൊന്നു. അപ്പോൾ ഇതിനെ പറയുന്നതാണ്, ഒരുപാട് ആളുകൾ മരിച്ചു കേട്ടോ, ഹൺഡ്രഡ്സ് ഓഫ് ആളുകൾ, ഒരുപാട് നൂറുകണക്കിന് ആളുകൾ മരിച്ച ആ ഒരു സംഭവത്തിനെ പറയുന്നതാണ് ബ്ലഡി സൺഡേ. ബ്ലഡി എന്ന് പറഞ്ഞാൽ എന്തുട്ടാണ്? രക്തം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബ്ലഡി സൺഡേ എന്ന് പറഞ്ഞാൽ രക്തരൂക്ഷിതമായിട്ടുള്ള ഞായറാഴ്ച എന്നുള്ളതാണ് ശരിക്കും മലയാളം വരുന്നത്. അങ്ങനെ വർക്കേഴ്സ് ഓർഗനൈസേഷൻസ് കോൾഡ് ദ സോവിയറ്റ് വെർ ഫോംഡ് ഓൾ ഓവർ റഷ്യ. അങ്ങനെ റഷ്യ മുഴുവൻ സോവിയറ്റ് എന്ന് പറയുന്ന വർക്കേഴ്സിൻ്റെ ഓർഗനൈസേഷൻ, അതായത് തൊഴിലാളി സംഘടനകൾ ഉണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? സമരങ്ങൾ നടത്താനായിട്ട് മാത്രം ഉണ്ടായ ഒരു സംഭവമായിരുന്നു സോവിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോവിയറ്റ് എന്തിനാണ് രൂപീകരിച്ചത്? സമരങ്ങൾ നടത്താനായിട്ട് കേട്ടോ, ടു കണ്ടക്ട് സ്ട്രൈക്സ്. ഓക്കെ, ഇനി അതിൻ്റെ മലയാളം പറയുന്നുണ്ട്. എങ്ങനെയാണ് രൂക്ഷമായത് പ്രതിസന്ധി? 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിന് നേരെ പട്ടാളം വെടിവെച്ചു. ആരുടെ പട്ടാളമാണ്? സാർ ചക്രവർത്തിയുടെ പട്ടാളം വെടിവെച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു. ഓക്കെ ആണല്ലോ. ഇനി പറയുന്നത് വെൻ ദ സ്ട്രൈക്സ് ഗെയിൻഡ് മാസീവ് സ്ട്രെങ്ത്. അങ്ങനെ സമരങ്ങളൊക്കെ ശക്തിപ്പെട്ടപ്പോൾ, ഒരുപാട് സോവിയറ്റ്സ് ഒക്കെ ഉണ്ടായില്ല, അപ്പോൾ സമരങ്ങളൊക്കെ നല്ല രീതിയിൽ ശക്തിപ്പെട്ടപ്പോൾ ദ എംപറർ വാസ് കമ്പൽഡ് ടു ഫോം എ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൾഡ് ഡ്യൂമ. അങ്ങനെ അവിടുത്തെ സാർ ചക്രവർത്തി ഡ്യൂമ എന്ന് പറയുന്ന ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാക്കാനായിട്ട് നിർബന്ധിതനായി. വേറെ ചോയ്സൊന്നുമില്ല. വളരെയധികം സമരവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സാർ ചക്രവർത്തി തീരുമാനിച്ചു ഡ്യൂമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കാം, അല്ലാണ്ട് വേറെ ചോയ്സ് ഇല്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇഗ്നോറിംഗ് ദ പ്രൊട്ടസ്റ്റ് ഓഫ് ഡ്യൂമ, നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന ചക്രവർത്തി, ഏത് ചക്രവർത്തിയാണ്? സാർ ചക്രവർത്തി. അന്നത്തെ സാർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ 1914 നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്. അതിൽ എന്ത് ചെയ്തു? അതിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതിൽ പോയിട്ട് പങ്കെടുത്തു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അറിയുമായിരിക്കും, നിങ്ങൾക്ക് 9th അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കും. 10th നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇടാം. ഓക്കെ, ഒന്നുകൂടി പറയാം. അപ്പോൾ 1914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. നമ്മുടെ നിയമനിർമ്മാണ സഭയായിട്ടുള്ള ഡ്യൂമ പറഞ്ഞു നമ്മൾ ഈ പരിപാടിക്ക് പോകണ്ട, നമ്മൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു? സാർ ചക്രവർത്തിയായിരുന്ന അന്നത്തെ ഭരണാധികാരിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ട് പങ്കെടുത്തു. അല്ലെങ്കിൽ ഇവിടെ ആകെ കഷ്ടപ്പാട് വെച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇയാൾ പോയിട്ട് വീണ്ടും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് എ ലോട്ട് ഓഫ് റഷ്യൻ സോൾജേഴ്സ് വെർ കിൽഡ് ഇൻ ദിസ് വാർ. അതായത് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ നിക്കോളാസ് രണ്ടാമനൊരു കുഴപ്പമില്ല, കാരണം നിക്കോളാസ് രണ്ടാമൻ്റെ പട്ടാളക്കാരാണ് യുദ്ധത്തിൽ പോകുന്നത്. പട്ടാളക്കാർ മരിക്കും, നിക്കോളാസ് രണ്ടാമനൊക്കെ കുഴപ്പമില്ലാണ്ട് നല്ല സുഖമായിട്ട് വീട്ടിലിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എ ലോട്ട് ഓഫ് റഷ്യൻ സോൾജേഴ്സ് വെർ കിൽഡ് ഇൻ ദിസ് വാർ. ഒരുപാട് റഷ്യയിലത്തെ സോൾജേഴ്സ് മരിച്ചു, കൊല്ലപ്പെട്ടു ഈ ഒരു യുദ്ധത്തിൽ. ഫുഡ് ഷോർട്ടേജ് ബിക്കെയിം സിവിയർ ബൈ 1917. അങ്ങനെ ഭക്ഷണ ദൗർലഭ്യം, അതായത് ഭക്ഷണം കിട്ടാതായി. 1917 ആയപ്പോൾ ഭക്ഷണം തീരെ കിട്ടാതായി. 1914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുന്നത്. 15, 16, 17 3 വർഷമായപ്പോൾ, ഇത് ഒരുപാട് വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധമാണ് കേട്ടോ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 3 വർഷമായപ്പോൾ തന്നെ ഇവരുടെ ഭക്ഷണം ഒന്നും കിട്ടാതായി. സിവിയർ എന്ന് വെച്ചാൽ വളരെ കടുത്ത പ്രതിസന്ധിയായിട്ടാണ് സിവിയർ. നമ്മൾ പറയില്ലേ, നമ്മൾ ലീവ് ലെറ്ററൊക്കെ എഴുതില്ലേ, ലീവ് ലെറ്ററൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ വെറുതെ ഹെഡ് ഏക്ക് എന്നൊന്നും എഴുതില്ല, നമ്മളെന്താ പറയുക, സിവിയർ ഹെഡ് ഏക്ക് എന്ന് പറയും, ഭയങ്കരമായിട്ടുള്ള തലവേദന മൂലം എന്നൊക്കെ പറയില്ലേ, അതാണ് സിവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ കഷ്ടപ്പാട്, വളരെ ഇതായി. ഭക്ഷണ ദൗർലഭ്യം, ഭക്ഷ്യ ദൗർലഭ്യം എന്ന് പറയുന്നത് ദൗർലഭ്യമാണേ. ഓക്കെ, അത് വളരെ കൂടി.
തൗസൻഡ്സ് ഓഫ് വിമൺ. സ്ത്രീകളുടെ പ്രശ്നം തൊട്ടാ ഈ ആളുകളൊക്കെ പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കണം? ഫുഡ് കൊടുക്കണ്ടേ? അപ്പോൾ ഫുഡിൻ്റെ മെയിൻ ആൾക്കാർ സ്ത്രീകളാണ്. നമ്മൾ മുന്നേയും പറഞ്ഞില്ലേ, നമ്മളെ ഏതിലായിരുന്നു, ഫ്രഞ്ച് റവല്യൂഷനിൽ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ബ്രെഡ് തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ മാരി ആൻറ്റോയിനറ്റ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ബ്രെഡില്ലെങ്കിൽ പോയിട്ട് കേക്ക് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞില്ല. അതേപോലെ തന്നെ ഇവിടെ തൗസൻഡ്സ് ഓഫ് വിമൺ, ഒരുപാട് സ്ത്രീകൾ, ആയിരക്കണക്കിന് സ്ത്രീകൾ പെട്രോഗ്രാഡിൽ എന്ന് പറയുന്ന ആ നഗരത്തിലൂടെ എന്ത് വേണമെന്ന് പറഞ്ഞിട്ട്, ബ്രെഡ് വേണമെന്ന് പറഞ്ഞിട്ട് സമരം നടത്തി. ഇവിടെ ബ്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പാക്കറ്റിലുള്ള ബ്രെഡ് അല്ല കേട്ടോ. ബ്രെഡ് എന്ന് പറഞ്ഞാൽ റൊട്ടി എന്നാണ് ശരിക്കും മലയാളത്തിലുള്ള വേർഡ്. ഓക്കെ, ശരിക്ക് അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഭക്ഷണം എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെന്തിനാണ് ബ്രെഡിന് വേണ്ടിയിട്ട് ഇതാക്കിയിരുന്നത്, വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റോ, അതങ്ങനെ ചോദിച്ചൂടെ? സാധാരണ പിള്ളേർക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1917 മാർച്ച് 8 അത്. അതിനുശേഷം ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗ്രാഡ്. അങ്ങനെ തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് മാർച്ച് നടത്തി. അപ്പോൾ തീർച്ചയായിട്ടും മാർച്ചൊക്കെ നടത്തുന്ന സമയത്ത് എതിർക്കാനായിട്ട് ആരുണ്ടാവും? ചക്രവർത്തിയുടെ പട്ടാളക്കാരുണ്ടാവും. അപ്പോൾ പട്ടാളക്കാർ എന്ത് ചെയ്തു? ഇവരനെ എതിർത്തു. പക്ഷേ ആദ്യം കുറച്ച് നാൾ മാത്രമാണ് പട്ടാളക്കാർ ഇവരനെ എതിർത്തത്. പിന്നീട് പട്ടാളക്കാരും എന്ത് ചെയ്തു? ഈ തൊഴിലാളികളുടെ കൂടെ ചേർന്നു. കാരണം എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഇറ്റ് വാസ് ദ ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് ഇൻഡ്യൂസ്ഡ് ദം ടു ഡു സോ. അതായത് 1914 ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ചക്രവർത്തി എന്താ പറഞ്ഞത്? പട്ടാളക്കാരോട് പോയിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പോയിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അവന് ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തില്ലേ? അതുമാത്രമല്ല, ഒരുപാട് കഷ്ടപ്പാടുകൾ ഈ പട്ടാളക്കാർ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ പട്ടാളക്കാർക്കും തോന്നി, സാർ ചക്രവർത്തിമാർ ശരിയല്ല, നമുക്ക് വേണ്ടി ചെയ്യണം തൊഴിലാളികളുടെ കൂടെ ചേർന്നിട്ട്. കാരണം ഈ പട്ടാളക്കാർ എന്ന് പറയുന്നതും തൊഴിലാളികളാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ശരിക്കും രാജ്യസേവകരാണെന്ന് പറയാം. പക്ഷേ ഇവിടെ ഈ ഒരു കേസിൽ രാജ്യസേവകരായിട്ട് കൂടിയിട്ട് അവർക്ക് നല്ല രീതിയിലുള്ളൊരു കെയറോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനോ ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഇപ്പോൾ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ കൂടെ ചേരാം എന്നുള്ള രീതിയിൽ തൊഴിലാളികളുടെ കൂടെ ചേർന്നിട്ട് അവരും സമരത്തിൻ്റെ ഒരു പാതയിൽ മുന്നേറി. അങ്ങനെ ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ്. അങ്ങനെ ഈ തൊഴിലാളികൾ എന്ത് ചെയ്തു? പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുത്തു. എന്നിട്ട് നിക്കോളാസ് രണ്ടാമനെ, അന്നത്തെ ചക്രവർത്തിയായിരുന്നു, ആ നിക്കോളാസ് രണ്ടാമൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ദ്യൂമയുടെ അഭിപ്രായത്തെ എതിർത്തിട്ട് 1914 പോയിട്ട് എന്ത് ചെയ്തു? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് നമ്മുടെ സാർ ചക്രവർത്തി. അപ്പോൾ സാർ ചക്രവർത്തിനെ അവിടുന്ന് വലിച്ചെറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് സ്ഥാനം ഒഴിയാൻ പറഞ്ഞു. ഇവർ പിടിച്ചെടുത്തു ആ സ്ഥലം. ഈ പറയുന്ന തൊഴിലാളികളും പട്ടാളക്കാരൊക്കെ കൂടി ചേർന്നിട്ട് പിടിച്ചെടുത്തു. ഓക്കെ, എ പ്രൊവിഷണൽ ഗവൺമെൻറ് വാസ് ഫോംഡ്. അങ്ങനെ അവിടുത്തെ ചക്രവർത്തി പോയി. ഇനി അവിടെ എന്തില്ല? ഒരു ഭരണാധികാരി ഇല്ല. അപ്പോൾ തൽക്കാലത്തിന് ഒരു ഭരണാധികാരി വേണ്ടേ? അതിനായിട്ട് എ പ്രൊവിഷണൽ ഗവൺമെൻറ് വാസ് ഫോംഡ് അണ്ടർ അലക്സാണ്ടർ കെരൻസ്കി. അപ്പോൾ ആരാണ് അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്നത്? മെൻഷെവിക്കിൻ്റെ ലീഡറാണ്. അപ്പോൾ മെൻഷെവിക്കിൻ്റെ ലീഡറായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ്, പ്രൊവിഷണൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന സർട്ടിഫിക്കറ്റ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റാണ്. അതായത് തൽക്കാലത്തേക്ക് ഉള്ള സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. അപ്പോൾ പ്രൊവിഷണൽ എന്ന് മനസ്സിലാക്കി വയ്ക്കുക, തൽക്കാലത്തേക്കുള്ളതാണ് കേട്ടോ പ്രൊവിഷണൽ ഗവൺമെൻറ്. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഭരണാധികാരി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് ഒരു ഗവൺമെൻറ് വന്നതാണ് പ്രൊവിഷണൽ ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ ലീഡറായിരുന്നു അലക്സാണ്ടർ കെരൻസ്കി. ആരായിരുന്നു? മെൻഷെവിക്കിൻ്റെ ലീഡറാണ് കേട്ടോ. Since the Russian calendar was a few days behind the international calendar, this revolution that took place in March came to be known as the February Revolution. ശരിക്കും ഈ സംഭവം നടന്നിട്ടുള്ളത് മാർച്ചിലാണ്. പക്ഷേ റഷ്യൻ കലണ്ടറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ ഫെബ്രുവരി റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും സംഭവം നടന്നത് മാർച്ചിലാണ്. പക്ഷേ റഷ്യൻ കലണ്ടർ അനുസരിച്ചിട്ട് ഇതിനറിയപ്പെടുന്നത് ഫെബ്രുവരി റവല്യൂഷൻ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മലയാളം നോക്കാം. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ, ദ്യൂമ എന്താണ്? നിയമനിർമ്മാണ സഭ. ഓക്കെ, അപ്പോൾ നിയമനിർമ്മാണ സഭയായിട്ടുള്ള ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സാർ ചക്രവർത്തിയായിട്ടുള്ള നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീതികളിൽ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. കാരണം എന്താണ്? ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത്.
പിന്നീട് പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ തൽക്കാല ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു. ഇതിനെയാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇത് നടന്നപ്പോഴായിരുന്നു ശരിക്ക് മാർച്ചിലാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ തൽക്കാലത്തേക്ക് ആ സ്ഥിതിയൊക്കെ ശാന്തമായി. പക്ഷേ ആരാണ് ഇപ്പോൾ ലീഡർ? മെൻഷെവിക്കിൻ്റെ ലീഡറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എതിരാളിയായിട്ട് ആരുണ്ട്? നമ്മൾ പറഞ്ഞില്ലേ ഗ്രൂപ്പ് ഉണ്ടെന്ന്. മറ്റേ ഗ്രൂപ്പ് ആരാണ് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ് ഡിഡ് നോട്ട് അപ്രൂവ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്. ചില സോവിയറ്റുകളിൽ ചിലർ ഈ ഒരു താൽക്കാലിക ഗവൺമെൻറ്റിനെ എതിർത്തു. നമുക്കറിയാമല്ലോ ഏത് പാർട്ടി വന്നാലും എതിർക്കാനായിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരെ എതിർത്തു. അതുകൂടാതെ വ്ളാഡിമിർ ലെനിൻ, നമ്മൾ പറഞ്ഞു ലെനിനും ട്രോട്സ്കിയാണ് നമ്മുടെ ബോൾഷെവിക്സിൻ്റെ ലീഡർ. അതിൽ വ്ളാഡിമിർ ലെനിൻ എന്ന് പറയുന്ന ആൾ സ്വിറ്റ്സർലാൻഡിലായിരുന്നു. ആൾ തിരിച്ചു വന്നു. വ്ളാഡിമിർ ലെനിൻ ഹു ഹാഡ് ബീൻ ഇൻ സ്വിറ്റ്സർലാൻഡിലായിരുന്ന വ്ളാഡിമിർ ലെനിൻ തിരിച്ചു വന്നു. കെയിം ടു റഷ്യ ആൻഡ് സ്ട്രോങ്ലി ഓപ്പോസ്ഡ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്. എന്നിട്ട് എന്ത് ചെയ്തു? പ്രൊവിഷണൽ ഗവൺമെൻറ്റിനെ എതിർത്തു. ഓക്കെ, അലക്സാണ്ടർ കെരൻസ്കിയുടെ താൽക്കാലിക ഗവൺമെൻറ്റിനെ എതിർത്തു. He argued that the entire power should be transferred to the Soviets if they were to realize the aims of the revolution. വിപ്ലവത്തിൻ്റെ ആ ഒരു ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക് കൈമാറണം എന്നാണ് നമ്മുടെ വ്ളാഡിമിർ ലെനിൻ പറഞ്ഞത്. ദ ബോൾഷെവിക്സ് ആൻഡ് ദ സോവിയറ്റ്സ് സപ്പോർട്ടഡ് ഹിം. അങ്ങനെ ബോൾഷെവിക്കുകളും സോവിയറ്റൊക്കെ നമ്മുടെ വ്ളാഡിമിർ ലെനിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ലീഡറാണ് നമ്മുടെ വ്ളാഡിമിർ ലെനിൻ. They propagated that ഓൺലി പ്രൊലറ്റേറിയൻസ്, അതായത് വർക്കേഴ്സിൻ്റെ ഗവൺമെൻറ്റിന് മാത്രമാണ് കുഡ് ഇറാഡിക്കേറ്റ് സെഞ്ച്വറീസ് ഓൾഡ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആൻഡ് ഇൻഇക്വാലിറ്റി. അതായത് ഒരുപാട് വർഷമായിട്ട് നിലനിൽക്കുന്ന എക്കണോമിക് ബാക്ക്വേർഡ്നെസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കവും അതുപോലെ തന്നെ അസമത്വമൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? വർക്കേഴ്സിൻ്റെ ഗവൺമെൻറ് മാത്രം, അല്ലെങ്കിൽ തൊഴിലാളി ഗവൺമെൻറ്റിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് അവർ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിനെ മലയാളം നോക്കാം. താൽക്കാലിക ഗവൺമെൻറ്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചിട്ടില്ല. ആ സമയത്താണ് സ്വിറ്റ്സർലാൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ, അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, റഷ്യയിലെത്തുന്നത്. താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്ത അദ്ദേഹം എന്ത് ചെയ്തു? വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടു. ഓക്കെ, ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. അതിനായിട്ട് അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ ബോൾഷെവിക്കുകളുടെ അല്ലെങ്കിൽ സോവിയറ്റുകളുടെയൊക്കെ ആവശ്യങ്ങൾ എന്ന് പറയാം. വിഡ്രോ റഷ്യ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണം. രണ്ടാമത്തെ കാര്യം, സീസ് ദ ലാൻഡ്സ് ഓൺഡ് ബൈ ദി ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ദ ഫാമേഴ്സ്. എന്ത് ചെയ്യണം? പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമിയൊക്കെ പിടിച്ചെടുത്തിട്ട് കർഷകർക്ക് വിതരണം ചെയ്യുക. അതായത് പ്രഭുക്കന്മാരുടെ കയ്യിൽ പ്രത്യേകിച്ച് ഭൂമി കിട്ടിയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. കർഷകർക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ട് നല്ല കാർഷിക ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റും. കുറച്ചുകൂടി സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക. നമ്മൾ പറഞ്ഞു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ മറ്റുള്ള പ്രൈവറ്റ് സെക്ടറിലത്തെ ആളുകളായിരുന്നു, അല്ലെങ്കിൽ വേറെ രാജ്യക്കാരുടേതായിരുന്നു ഫാക്ടറീസൊക്കെ. അതൊക്കെ എന്താക്കണമെന്ന് പറഞ്ഞു? ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റണമെന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ. അങ്ങനെ 1917 ഒക്ടോബറിൽ ദ ബോൾഷെവിക്സ് ഓർഗനൈസ്ഡ് ആൻ ആംഡ് റെബലിയൻ. ആംഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ആംഡ് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുധങ്ങളാണ്. കൈകൾ എന്ന് പറയട്ടെ, ആംസ് എന്ന് പറഞ്ഞാൽ കൈകൾ എന്നാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന ആംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങളാണ്. അപ്പോൾ ആയുധങ്ങൾ ഏന്തിക്കൊണ്ടുള്ള കലാപം, അല്ലെന്നുണ്ടെങ്കിൽ ആയുധങ്ങൾ ഏന്തിക്കൊണ്ടുള്ള ഒരു യുദ്ധം, സായുധ കലാപം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആർക്കെതിരായിട്ട്? നമ്മുടെ പ്രൊവിഷണൽ ഗവൺമെൻറ്റിന്. പ്രൊവിഷണൽ എന്ന് വെച്ചാൽ എന്താണ്? താൽക്കാലിക ഗവൺമെൻറ്. ആരാണ് താൽക്കാലിക ഗവൺമെൻറ് ലീഡർ? ഓക്കെ, അലക്സാണ്ടർ കെരൻസ്കിയാണ്. അലക്സാണ്ടർ കെരൻസ്കിയുടെ താൽക്കാലിക ഗവൺമെൻറ്റിനെ എതിർത്തു. ഓക്കെ, കെരൻസ്കി ഫ്ലഡ്. കെരൻസ്കി അവിടെ നിന്ന് ഓടിപ്പോയി. ഫ്രം ദ കൺട്രി, രാജ്യത്തു നിന്ന് തന്നെ ഓടിപ്പോയി. ആൻഡ് റഷ്യ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ബോൾഷെവിക്സ്. അങ്ങനെ റഷ്യ ആരുടെ കീഴിലായി? ബോൾഷെവിക്കിൻ്റെ കീഴിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, ആരായിരിക്കും അപ്പോൾ ബോൾഷെവിക്കിൻ്റെ ലീഡറായിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും നമ്മുടെ ലെനിൻ ആയിരിക്കും. ദിസ് ഇവൻറ്റ് ത്രൂ വിച്ച് ദ ബോൾഷെവിക്സ് അറ്റൈൻഡ് പവർ ഈസ് നോൺ ആസ് ദി ഒക്ടോബർ റവല്യൂഷൻ. അപ്പോൾ അതിനെ പറയുന്നതാണ് ഒക്ടോബർ റവല്യൂഷൻ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 റവല്യൂഷൻസ് പറഞ്ഞു. ഇവിടെ ഫെബ്രുവരി റവല്യൂഷൻ, അത് മാർച്ചിലാണ് നടന്നത്. പിന്നെ പറയുന്നത് ഒക്ടോബർ റവല്യൂഷനാണ്.
Subsequently, a convention of the Soviets was held and a cabinet was formed with Lenin as its head. അങ്ങനെ ലെനിനെ അതിൻ്റെ മെയിൻ ആളായിട്ട് നിയമിച്ചുകൊണ്ട് ഒരു ഒരു സംഭവം നിലവിൽ വന്നു. അങ്ങനെ ഒന്നുകൂടി പറയുന്നുണ്ട് മലയാളത്തിൽ. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായിട്ട് സായുധ കലാപം ആരംഭിച്ചു. സായുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധങ്ങൾ ഏന്തിക്കൊണ്ട്. ഓക്കെ, കെരൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ ഒരു സംഭവമാണ് ഒക്ടോബർ വിപ്ലവം. അപ്പോൾ മറ്റേത് ഫെബ്രുവരി വിപ്ലവം എന്തായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കിക്ക് അല്ലെങ്കിൽ മെൻഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ചതായിരുന്നു ഫെബ്രുവരി വിപ്ലവം. ആരെ തോൽപ്പിച്ചിട്ട്? നമ്മുടെ സാർ ചക്രവർത്തിയായിട്ടുള്ള നിക്കോളാസ് രണ്ടാമനെ തോൽപ്പിച്ചതായിരുന്നു ഒക്ടോബർ വിപ്ലവം കേട്ടോ. ഓക്കെ, ഇതിനെ തുടർന്നിട്ട് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായിട്ടുള്ള ഒരു ക്യാബിനറ്റിന് രൂപം നൽകി. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. ലെറ്റ് us examine the results of Russian Revolution. റഷ്യ withdrew from the First World War. അപ്പോൾ റഷ്യ ബോൾഷെവിക്കുകൾ ഡിമാൻഡ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തു. ഒന്നാമത്തെ കാര്യം അത് ചെയ്തു. രണ്ടാമത്തെ കാര്യം, സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ഓഫ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പെസൻസ്. അതായത് ഈ പ്രഭുക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന, ലോഡ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയൊക്കെ പിടിച്ചെടുത്തിട്ട് കൃഷിക്കാർക്ക് നൽകി. പിന്നെ പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ സെൻട്രലൈസ്ഡ് പ്ലാനിങ് കൊണ്ടുവന്നു, കേന്ദ്രീകൃത ഒരു പ്ലാനിങ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ സയൻസ്, ടെക്നോളജി, എക്കോണമി, അതായത് ശാസ്ത്രം, പിന്നെ സാങ്കേതികം, അതുപോലെ തന്നെ സാമ്പത്തികം, അത്തരത്തിലുള്ള രംഗങ്ങളിലൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു. പിന്നെ ഭരണഘടന, പുതിയ ഭരണഘടന കൊണ്ടുവന്നു. 1924 പുതിയ ഭരണഘടന കൊണ്ടുവരുന്നത്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, USSR എന്ന് പറയുന്ന ഒരു സംഭവം. അത് ആരിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്? അവിടെ ഉണ്ടായിരുന്ന എല്ലാ സോവിയറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് USSR എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നു. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. മലയാളം കൂടി പറയാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്നിട്ട് സോവിയറ്റ് യൂണിയൻ, അതായത് USSR രൂപീകരിക്കുകയും പിന്നീട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമാക്കുകയും ചെയ്തു. ഇനി ഇതിൻ്റെ നോട്ട്സാണ്. ഇത്രയാണ് ഈ ഒരു ഭാഗം പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനായിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അല്ല, ഈ ഒരു ഭാഗത്തിൻ്റെ റഷ്യൻ റവല്യൂഷൻ്റെ നോട്ട്സുകളാണ് പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്, മലയാളവും പറയുന്നുണ്ട് കേട്ടോ. മലയാളം ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല, മലയാളം ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക കേട്ടോ. വാട്ട് വർ ദ ഡിമാൻഡ്സ് ഓഫ് ദി വർക്കേഴ്സ് ഇൻ റഷ്യ? റഷ്യയിലുണ്ടായിരുന്ന തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? മലയാളമാണ് പറഞ്ഞത്, എഴുതി വയ്ക്കാം. അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. വാട്ട് വർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ദ വർക്കേഴ്സ് ടു ഡിമാൻഡ് സച്ച് തിങ്സ്? അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഇത്തരം ആവശ്യങ്ങൾ ആവശ്യപ്പെടാനായിട്ട് തൊഴിലാളികളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ് സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? ഹൂ വർ ദ റൈറ്റേഴ്സ് ഡെപ്പിക്റ്റഡ് ദ പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ഫാമേഴ്സ്? തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങളൊക്കെ അവരുടെ വർക്കുകളിൽ അല്ലെങ്കിൽ അവരുടെ സാഹിത്യങ്ങളിൽ ഉൾക്കൊള്ളിച്ച ആളുകൾ ആരൊക്കെയായിരുന്നു? ഹൂ ഫോർമുലേറ്റഡ് മാർക്സിസ്റ്റ് ഐഡിയോളജീസ്? മാർക്സിസ്റ്റ് ആശയങ്ങൾക്ക് രൂപം കൊടുത്ത വ്യക്തി ആരാണ്? പിന്നെ മെൻഷെവിക്കുകളെക്കുറിച്ചിട്ടും ബോൾഷെവിക്കുകളെക്കുറിച്ചിട്ടും ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ചോദിച്ചിട്ടുള്ളത് എപ്പോഴാണ് റഷ്യയുടെ കണ്ടീഷൻ വളരെ ഒരു ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തിയത്? ബ്ലഡി സൺഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? സോവിയറ്റ്സ് വെർ ഫോംഡ് ടു കണ്ടക്ട്. സോവിയറ്റുകൾ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തോ നടത്താൻ വേണ്ടിയിട്ടാണല്ലോ. ടു കണ്ടക്ട്, എന്തോ ഒരു സാധനം നടത്താൻ വേണ്ടിയിട്ടാണ് സോവിയറ്റുകൾ ഫോം ചെയ്തത്. ഇനി ദ്യൂമ എന്താണ്? ദ്യൂമ എന്ന് പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് സോൾജിയേഴ്സ്, പട്ടാളക്കാർ തൊഴിലാളികളുടെ കൂടെ ചേർന്നത്? പ്രൊവിഷണൽ ഗവൺമെൻറ്റിൻ്റെ ലീഡർ ആരായിരുന്നു? താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ ലീഡർ ആരായിരുന്നു? ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലും ആൻസേഴ്സ് വന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ. വാട്ട് വർ ദ ഡിമാൻഡ്സ് ഓഫ് ബോൾഷെവിക്സ്? ബോൾഷെവിക്സിൻ്റെ ഡിമാൻഡ് എന്തൊക്കെയായിരുന്നു?
ഇനി ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ്, അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് അഗെയിൻ നമ്മൾ SSLC പിള്ളേർക്കായിട്ട് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9746421402. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇയർ കംപ്ലീറ്റ് ആയിട്ട്, അതായത് SSLC വർഷം മുഴുവൻ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു 5, 6, 7 വീഡിയോസൊക്കെ തന്നുകൊണ്ട് ക്ലാസ്സും കാര്യങ്ങളും തന്നുകൊണ്ട് നോട്ട്സൊക്കെ തന്നിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൂടാതെ തന്നെ +1 +2ൻ്റെ കൂടെയും ഉണ്ടായിരിക്കും എന്നുള്ളത് പറയുന്നു. ആൻഡ് പിന്നെന്തായിരുന്നു, സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സോ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ.